വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാലിൻ്റെ അഭിനയ പ്രകടനത്തെക്കുറിച്ച് പലരും പലപ്പോഴും പല രീതിയിൽ വർണ്ണിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അഭിനയത്തിലുള്ള ഒരു പ്രത്യേക കഴിവിനെക്കുറിച്ച്, മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് തങ്ങൾ മതിമറന്ന് നിന്നു പോയതിനെക്കുറിച്ച് സഹനടന്മാരും നടിമാരും സംവിധായകരും ക്യാമറാമാന്മാരും എല്ലാം പലപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോഴിതാ അത്തരത്തിലൊരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ് നടി ബിന്ദുജ മേനോൻ. ബിന്ദുജ മേനോനെ നമുക്കറിയാം, മോഹൻലാൽ നായകനായ പവിത്രം എന്ന സിനിമയിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബിന്ദുജ മേനോൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. നൃത്തരംഗത്ത് നിന്നുമായിരുന്നു ബിന്ദുജ മേനോൻ മലയാള സിനിമയിലെത്തിയത്. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ മത്സരിച്ച് അവിടെയൊക്കെ സമ്മാനം നേടിയിട്ടാണ് ബിന്ദുജ മേനോൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ടി.കെ. രാജീവ് കുമാർ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത പവിത്രം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അനിയത്തി കുട്ടിയായിട്ടാണ് ബിന്ദുജ മേനോൻ അഭിനയിച്ചത്. അതിനകത്ത് മോഹൻലാലിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ശ്രീവിദ്യയായിരുന്നു. തിലകൻ, KPSC ലളിത, ശോഭന തുടങ്ങി, നെടുമുടി വേണു തുടങ്ങി നിരവധി വമ്പൻ താരനിര തന്നെ അണിനിരുന്ന ആ സിനിമ വളരെ മികച്ച ഒരു സിനിമ. മോഹൻലാലിൻ്റെ ചേട്ടച്ചൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ മലയാള സിനിമയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ ശരത്ത് സംഗീത സംവിധാനം നിർവഹിച്ച ഈ സിനിമ, P. ബാലചന്ദ്രൻ്റെ രചന, സന്തോഷ് ശിവൻ്റെ ക്യാമറ, മൊത്തത്തിൽ സാങ്കേതികമായും ദൃശ്യമികവിലും ഗാനരംഗങ്ങളാലും സമ്പുഷ്ടമായിരുന്നു പവിത്രം എന്ന സിനിമ. ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ അമ്മ കഥാപാത്രമായ ശ്രീവിദ്യ വളരെ വൈകിയാണ് ഒരു ഗർഭം ധരിക്കുന്നത്. മോഹൻലാലിൻ്റെ അനിയന് ജ്യേഷ്ഠനായി ശ്രീനിവാസൻ അഭിനയിക്കുന്നു. അതിന് താഴെ മോഹൻലാൽ, അതിനും താഴെ ഏറ്റവും ഇളയ കുട്ടിയായിട്ട്, വളരെ ചെറിയ ഒരു കുട്ടിയായിട്ടാണ് ബിന്ദുജ മേനോൻ ജനിക്കുന്നത്. ആ ബിന്ദുജ മേനോൻ്റെ ജനനത്തോടു കൂടി ശ്രീവിദ്യയുടെ കഥാപാത്രം മരണമടയുകയാണ്. പിന്നീട് ബിന്ദുജ മേനോൻ്റെ അച്ഛനായി അമ്മയായി ഒക്കെ നിൽക്കുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച ചേട്ടച്ചൻ എന്ന കഥാപാത്രമായിരുന്നു. ബിന്ദുജ മേനോനെ വളർത്തിക്കൊണ്ട് വരുന്നത് മോഹൻലാലായിരുന്നു. ശ്രീനിവാസൻ വിവാഹം കഴിച്ച് വേറെയാണ് താമസിക്കുന്നത്. ശ്രീനിവാസൻ്റെ ഭാര്യ ബിന്ദുജ മേനോനെ കുറേ ഭാഷൻ പരേഡുകളിലും മറ്റൊക്കെ പങ്കെടുപ്പിക്കാൻ പോകുന്നതും അങ്ങനെ ചില കുടുംബ ബന്ധങ്ങളുടെ കഥയായിരുന്നു പവിത്രം പറഞ്ഞത്. ഈ ഒരു കുട്ടി കാരണം തൻ്റെ കാമുകിയായിരുന്ന ശോഭനയെ മോഹൻലാലിന് വിട്ടുകളയേണ്ടി വരുന്നു. അങ്ങനെ ആകെ സംഘർഷഭരിതമായ ഒരു കഥ, വളരെ മനോഹരമായ ഒരു കുടുംബകഥയായിരുന്നു പവിത്രം എന്ന സിനിമ പറഞ്ഞത്. ഈ സിനിമയിലെ തൻ്റെ അനിയത്തിക്കുട്ടിയായ കഥാപാത്രത്തോടും മോഹൻലാലിന് പൊസസീവ്നെസ് കൂടുതലാണ്. അപ്പം ഈ സിനിമയിൽ ഒരു നൃത്തരംഗത്ത് അരങ്ങേറ്റം നടത്തുന്ന ഒരു രംഗമുണ്ട്, അരങ്ങേറ്റം നടത്തുന്ന ഒരു രംഗമുണ്ട്. ഈ ബിന്ദുജ മേനോൻ അവതരിപ്പിച്ച മീനാക്ഷി എന്ന കഥാപാത്രം, ആ രംഗത്ത് മോഹൻലാലിൻ്റെ പ്രതികരണം കണ്ടിട്ട് മോഹൻലാലിൻ്റെ തൻ്റെ കാലിൽ ആ രംഗത്തൊരു ആണി കയറുന്ന ഒരു രംഗമുണ്ട്. ആ നൃത്തം താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് മീനാക്ഷി എന്ന കഥാപാത്രം അരങ്ങേറ്റം നടത്തുമ്പോൾ കാലിൽ ആണി കയറുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ തൻ്റെ അനിയത്തിക്കുട്ടിയുടെ കാലിൽ ആണി കൊള്ളുന്ന ആ രംഗം മോഹൻലാൽ അവതരിപ്പിച്ചത് കണ്ട് താൻ മതിമറന്ന് നിന്നുപോയി എന്നാണ് ബിന്ദുജ മേനോൻ പറയുന്നത്. ബിന്ദുജ മേനോൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ സിനിമയിലെ എൻ്റെ ചേട്ടനായിട്ടായിരുന്നു ലാലേട്ടൻ അഭിനയിച്ചത്, ചേട്ടച്ചൻ എന്ന കഥാപാത്രം. അദ്ദേഹത്തിന് അനിയത്തിക്കുട്ടിയോട് പൊസസീവ്നെസ് അല്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ നൃത്തം അരങ്ങേറ്റം നടത്തുന്ന ഒരു രംഗമാണ്. ആ രംഗത്ത് സ്റ്റേജിൽ നിന്ന് ഒരു ആണി എൻ്റെ കാലിൽ കൊള്ളുന്നു. അത് കണ്ട് അദ്ദേഹം ഓടി വരുന്നതാണ് ആ സീൻ. ആ സീനിലെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവപ്രകടനങ്ങളും ആ അഭിനയവും കണ്ടിട്ട് ഞാൻ മതിമറന്നു നിന്നുപോയി. എൻ്റെ ഡയലോഗ് പറയാൻ പോലും ഞാൻ മറന്നുപോയി. പെട്ടെന്ന് രാജീവ് സാർ എന്നെ ബിന്ദുജ എന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധം വന്നത്. അത്രയ്ക്ക് പകരം വെക്കാനില്ലാത്ത അഭിനയത്തിൻ്റെ ഉടമയാണ് മോഹൻലാൽ എന്നാണ് ബിന്ദുജ മേനോൻ പറയുന്നത്. ബിന്ദുജ മേനോൻ്റെ ഈ വാക്കുകൾ എന്തായാലും വൈറലായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് മലക്കോട്ടൈ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം പൊതുവെ എല്ലാവരും പുകഴ്ത്തി പറയുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ മോഹൻലാലിൻ്റെ കട്ട ഫാൻസ് സിനിമ മോശമാണെന്നുള്ള, സ്വന്തം താരത്തിൻ്റെ ചിത്രം മോശമാണെന്ന് തന്നെ നെഗറ്റീവ് പറഞ്ഞു നടത്തിയത് മോഹൻലാലിൻ്റെ ഫാൻസാണ്. അവർ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിൻ്റെ അടിയിടി വെട്ടുകുത്ത് മാസ് രംഗങ്ങൾ മാത്രമാണ്. പക്ഷേ മലക്കോട്ടൈ വാലിബൻ മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം മേക്കിംഗ് ആണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പ്രത്യേകതരം മേക്കിങ്ങിലാണ് മലക്കോട്ടൈ വാലിബൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ ചിത്രമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ മോഹൻലാൽ വളരെ വ്യത്യസ്തമായ, വളരെ ഡിഫറൻ്റായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മല്ലന്മാരുടെ മല്ലൻ, അതായത് നാട് മുഴുവൻ നടന്ന് മല്ലന്മാരെ തോൽപ്പിക്കുന്ന ഒരു മല്ലനായിട്ടാണ്, മല്ലന്മാരുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്തി അവരെ തോൽപ്പിക്കുന്ന ഒരു മല്ലനായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. ഒരു മുത്തശ്ശിക്കഥ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മുത്തശ്ശിക്കഥയാണ് ഈ സിനിമയെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു ബാലരമയിലെയോ ചിത്രഭൂമിയിലെയൊക്കെ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഓരോ രംഗങ്ങളും. ഇതിൻ്റെ സാങ്കേതിക തികവ് കൊണ്ടും ക്യാമറ വർക്ക് കൊണ്ടും ഒക്കെ വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് മലക്കോട്ടൈ വാലിബൻ. പക്ഷേ നിർഭാഗ്യവശാൽ മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെ മോഹൻലാലിനെ കൈവിടുന്ന ഒരു
സവിശേഷതയാണ് നമുക്ക് ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ മറ്റ് ഫാമിലി ഈ ഓഡിയൻസൊക്കെ വന്നിട്ട് ഈ സിനിമ ഇപ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തു തന്നെയായാലും ഈ സിനിമയിലെ അഭിനയവുമായി താരതമ്യപ്പെടുത്തിയുള്ള ഒരു ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴാണ് പവിത്രം എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞ് ബിന്ദുജ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് ആർക്കും രണ്ടാമതൊരു തർക്കമില്ലാത്തതാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രം ഏത് തന്നെയാണ് അദ്ദേഹം ജീവസുറ്റതാക്കി മാറ്റുന്നതിലൊരു പ്രത്യേക കഴിവുള്ള താരം തന്നെയാണ്. മഞ്ഞുപിരിഞ്ഞ പൂക്കളിലെ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമ കീഴടക്കിയ, ഇന്ത്യൻ സിനിമ കീഴടക്കിയ സൂപ്പർ താരമായി ഇത് കംപ്ലീറ്റ് ആക്ടറായി മോഹൻലാൽ മാറിയത് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ പ്രത്യേക ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. അത് വാഴ്ത്തി പറയാത്ത ക്യാമറാമാൻ വേണു അടക്കം, സംവിധായകരടക്കം, ഈ ടി കെ രാജീവ് കുമാർ അടക്കം, അങ്ങനെ പലരും, പ്രിയദർശനടക്കം പല പ്രഗത്ഭർ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച്, ഷാജി എൻ കരുൺ തുടങ്ങിയവരെല്ലാം മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ബിന്ദുജ മേനോൻ്റെ വാക്കുകളും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.